ഒരുപാട് പ്രതാപത്തോടെ സൗന്ദര്യത്തിന്റെ സുഗന്ധങ്ങൾ നിറച്ചു വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന 800 കൊല്ലം ഭരിച്ചിരുന്ന സ്പെയിന് എന്തുകൊണ്ടാണ് നമ്മൾക്ക് നഷ്ടമായി പോയത്? അഭിമാനത്തോടെ അസ്തിത്വത്തോടെ നമുക്ക് പറയാൻ പറ്റുമായിരുന്ന നമ്മുടെ കുർത്തുബ എന്തുകൊണ്ട് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി? എന്തുകൊണ്ടാണ് നമ്മൾക്ക് സ്പെയിൻ അസ്തമിച്ചു പോയത്? അവിടെ ഇസ്സത്ത് എന്ന് പറഞ്ഞത് മറ്റു പലതിലും ആളുകൾ ഇസ്സത്തിനെ കണ്ടതുകൊണ്ടായിരുന്നു. അവിടെ നടക്കുന്ന ദർസുകളിൽ, അവിടെ നടക്കുന്ന ക്ലാസുകളിൽ, അവിടുത്തെ ചുറ്റുപാടുകളിലെല്ലാം നിരീക്ഷണം നടത്താൻ പോർച്ചുഗീസുകാരായ ചാരന്മാർ കടന്നു വന്നിരുന്നു എന്നാണ്. അവിടെ നടക്കുന്ന സ്വഹീഹുൽ ബുഖാരി ദർസിൽ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ ചാരന്മാർ കടന്നു വന്നിരുന്നു. അവർ അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തി തിരിച്ചു പോകുമായിരുന്നു. ഒരു ദിവസം ഒരു ചാരൻ കടന്നു വന്നു. ഒരാൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന, ഇസ്ലാമിന്റെ പ്രതാപകാലത്ത് അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു പൊന്നുമോനെ കാണുകയാണ്. വിഷാദത്തോടെ സങ്കടത്തോടെ നിൽക്കുന്ന ആ പൊന്നുമോനോട് ഈ പോർച്ചുഗീസ് ചാരൻ ചോദിക്കുകയാണ്, പൊന്നുമോനെ, വാട്ട് ഹാപ്പൻ? പൊന്നുമോനെ, നിനക്കെന്തു പറ്റിയടാ മോനെ? ആ സമയത്ത് പൊന്നുമോൻ പറഞ്ഞുപോയി, എന്റെ കാമുകി എന്നോട് പിണങ്ങിയല്ലോ, എന്റെ പ്രണയിനി എന്നോട് പിണങ്ങിയെന്ന് ആ പൊന്നുമോൻ ഇവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്. ആ സമയത്ത് പോർച്ചുഗീസുകാരന്, പടിഞ്ഞാറുകാരന് മനസ്സിലായി, ഇസ്ലാമിന്റെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി നമ്മുടെ ഓപ്പറേഷൻ എളുപ്പമാക്കാം, ഇനി നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കാം. 800 വർഷം ഭരിച്ചുപോയ സ്പെയിൻ മുസ്ലിം സമുദായത്തിന്, ഇസ്ലാമിന് നഷ്ടപ്പെട്ടത് കേവലം 3 മാസങ്ങൾ കൊണ്ടായിരുന്നു. 3 മാസങ്ങൾ കൊണ്ടായിരുന്നു സ്പെയിൻ അല്ലാഹു നമ്മുടെ ഇസ്സത്തിൽ നിന്ന് നമുക്ക് അല്ലാഹു നഷ്ടപ്പെടുത്തിയത്. കേവലം 3 മാസങ്ങൾ കൊണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്, ഇസ്സത്ത് മറ്റു പലതിലുമായി പോയാൽ, നമ്മുടെ ഇസ്സത്ത് അല്ലാഹുവിന്റെ ദീനുണ്ടാകുമ്പോഴാണ്. മറ്റു ചിന്തകളിലേക്ക് മാറിപ്പോയാൽ അല്ലാഹു തന്ന നിഅമത്ത് അല്ലാഹു എടുത്തുകളയുമെന്നതിന്റെ തെളിവാണത്. 800 കൊല്ലം ഭരിച്ചത് 3 മാസം കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോഴും നമ്മുടെ ഇസ്സത്ത് ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ്. ഖാദിസിയ യുദ്ധം, അഗ്നി ആരാധകർക്കെതിരെ യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ കടന്നു ചെല്ലുകയാണ്. 1ാമത്തെ ദിവസം പരാജയമാണ്. ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു സ്വഹാബികളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാ, അല്ലയോ സ്വഹാബാ, എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയത്? എന്തുകൊണ്ടാണ് യുദ്ധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്? 1ാമത്തെ ദിവസം പരാജയപ്പെട്ടപ്പോ സ്വഹാബികളോട് ചോദിച്ചപ്പോ ഒരു സ്വഹാബി പറയുകയാ, നസീനാ സുന്നത്ത സിവാക്കി അൻ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മിസ്വാക്ക് സുന്നത്ത് നമ്മൾ മറന്നുപോയല്ലോ. 1ാമത്തെ ദിവസം യുദ്ധം പരാജയപ്പെട്ടപ്പോ സ്വഹാബികൾ അവിടെ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, നസീനാ സുന്നത്ത സിവാക്കി അൻ റസൂലില്ലാ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ മിസ്വാക്ക് എന്ന മനോഹരമായ സുന്നത്ത് നമ്മൾ മറന്നുപോയല്ലോ. ഈ ഇറാനിലേക്ക് കടന്നു വന്നപ്പോ, ഈ യുദ്ധഭൂമിയിലേക്ക് കടന്നു വന്നപ്പോ നമുക്ക് അറാക്ക് കിട്ടിയില്ലല്ലോ. അറാക്ക് നമ്മൾക്ക് കിട്ടാത്തത് കൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നമ്മൾ എടുക്കാത്തത് കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ സ്വഹാബികൾ വിളിച്ചു പറയുകയാണ്, 1ാമത്തെ ദിവസം നമ്മൾക്ക് യുദ്ധം നഷ്ടപ്പെട്ടു പോയത് റസൂലുള്ളാഹിയുടെ സുന്നത്ത് നമ്മൾ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ്. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് തന്നെ അറാക്ക് കൊണ്ടുവരാൻ ഓർഡർ ചെയ്യുകയാണ്. ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ ഒരു സഹാബിയും പറഞ്ഞില്ല വെപ്പൺ, ആയുധങ്ങളുടെ എന്താ പറയാ പോരായ്മയാണ്, അതല്ലെങ്കിൽ ആൾബലം അതിന്റെ പ്രശ്നമാണെന്നൊന്നും ഒരാളും പറഞ്ഞില്ല. അവർ പറഞ്ഞു, നമ്മൾ ഇറാനിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്ക് അറാക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് റസൂലുള്ളാഹി തങ്ങളെ മിസ്വാക്ക് എന്ന സുന്നത്ത് എടുക്കാൻ പറ്റിയില്ല. അതാണ് മുസ്ലിം, അതാണ് നമ്മുടെ ഇസ്സത്ത്. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഇസ്സത്ത്. പാവപ്പെട്ട സ്വഹാബികൾ ചിന്തിച്ചത് അങ്ങനെയായിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ദീനുമായി നമ്മൾ എങ്ങനെയെങ്കിലും അകന്നോ, ഒരു സുന്നത്തെങ്കിലും നമ്മൾ ഉപേക്ഷിച്ചു
എന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. നമ്മൾക്ക് എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ വല്ല ചിന്തയും വരാറുണ്ടോ? 100,000 പ്രശ്നങ്ങൾ കടന്നു വരും. ഒരാളും തന്നെ ഫർദ് 5 വക്ത് ഒരു വക്ത് പോലും നിസ്കരിച്ചിട്ടുണ്ടാവൂല. എന്നിട്ടല്ലേ സുന്നത്തിന്റെ കാര്യം. പിന്നെ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നേരെയാവുക? യുദ്ധത്തിൽ ചെറിയൊരു പരാജയം ഉണ്ടായപ്പോഴാണ് അവർ പറഞ്ഞത് മിസ്വാക്ക് മനഃപൂർവ്വം അവർ ഉപേക്ഷിച്ചതല്ല, അവർക്ക് അറാക്ക് കിട്ടാത്തത് കൊണ്ട് അവർക്ക് നബി തങ്ങൾ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടായിരിക്കാം എന്നാണ് അവർ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. മുസ്ലിമിന്റെ ഇസ്സത്ത് ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ്, ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇസ്സത്ത് ഉണ്ടാകുന്നത്. അല്ലാഹു നമുക്ക് ഇസ്സത്ത് തരട്ടെ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിന്റെ കാഴ്ചയും നിന്റെ കേൾവിയും നിന്റെ ചിന്തകളും റബ്ബിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടതാ മോളെ. എന്നോടും പിന്നെ നിങ്ങളോടുമാ സംസാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കളി കാണുന്ന, അതുപോലെ പരിശുദ്ധ റമദാനു ഷരീഫിൽ പോലും TV ഓൺ ചെയ്തുകൊണ്ട്, രാത്രി 2 മണിക്ക് പോലും ടെലിവിഷൻ ഓൺ ചെയ്തുകൊണ്ട് മെസ്സിയുടെയും നെയ്മറിന്റെയും വർത്തമാനങ്ങൾ കേൾക്കാനും കാണാനും അത് ആസ്വദിക്കാനും നിന്റെ റമദാന് പോലും നീ ചെലവഴിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, റബ്ബിനോട് നിന്റെ സമയം നീ പറഞ്ഞു കൊടുക്കേണ്ടി വരും മോനെ. ഓരോ സെക്കൻഡും നീ വർത്തമാനം റബ്ബിന്റെ മുമ്പിൽ പറയേണ്ടി വരും മോനെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ അല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. അവർ രാത്രി കളി കാണുന്നവരല്ല, രാത്രി സീരിയൽ കാണുന്നവരല്ല, രാത്രി സിനിമ കാണുന്നവരല്ല, ഫുട്ബോൾ കളിച്ച് നടക്കുന്നവരല്ല. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുന്നവരാണ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നവരാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരായി നമ്മെ മാറ്റിത്തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മഗ്രിബ് ഇശാഇന്റെ ഇടയിലുള്ള സമയത്തൊന്നും നമ്മൾ ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കുന്നത് നിർത്തണം. എത്ര വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വീടിന് ബർക്കത്തുണ്ടാകുമോ? മക്കൾ പിന്നെ സ്കൂളിൽ മാർക്ക് കുറവാണ്, മദ്രസയിൽ മാർക്ക് കുറവാണെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമുണ്ടോ? ആദ്യം നമ്മൾ ആ റിമോട്ട് എടുത്തുകൊണ്ട് നമ്മൾ അലമാരയ്ക്കകത്ത് വെക്കണം. ഉപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്നുകൊണ്ട് മക്കളെ അടുത്തിരുത്തിയിട്ട് സ്നേഹത്തോടെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. MIT മൂസ, അതുപോലെയുള്ള ടെലിവിഷൻ ചാനൽ പരിപാടികൾ, റിയാലിറ്റി ഷോകൾ, 14 രാവുകൾ, പട്ടുറുമാലുകൾ നമ്മൾ കാണുന്നത് ദിക്ർ ചൊല്ലേണ്ട സമയത്താണ്. പണ്ട് കാലത്തൊക്കെ സെലിബ്രിറ്റികളായി നടന്നിരുന്ന, അതല്ലെങ്കിൽ അടിച്ചുപൊളിച്ച് നടന്നിരുന്ന ആളുകൾ മാത്രമേ ഇതൊക്കെ കാണാറുണ്ടായിരുന്നുള്ളൂ. ഇന്ന് വല്യമ്മമാരടക്കം ഇത് കാണാൻ, അതാണ് വലിയ സങ്കടം. വല്യപ്പമാരും അതുപോലെ വല്യമ്മമാരൊക്കെ റിമോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഓടി വന്നുകൊണ്ട് മഗ്രിബ് നമസ്കരിക്കുകയാണ്. നമസ്കരിച്ച ഉടനെ തന്നെ എന്താ പറയാ, ഈ റിമോട്ട് എടുത്തിട്ട് വല്യപ്പമാരും വല്യമ്മമാരും ഒക്കെ. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിർത്തണം നിങ്ങളത്. വയസ്സും പ്രായവും ഒക്കെ അങ്ങ് എത്തിയിട്ടും ഈ ദുനിയാവിന്റെ രസവും ആനന്ദവും അനുഭൂതിയൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇനിയും ജീവിക്കാന്ന് പറഞ്ഞാൽ, ഇനിയും അതിലേക്കാണ് നിന്റെ ചിന്ത പോകുന്നതെങ്കിൽ നമ്മുടെ ആഖിബത്ത് മോശമാകൂലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ കാര്യത്തിലൊക്കെ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവുക. നമ്മുടെ ഓരോ സമയവും നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സുജൂദ് ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട, അള്ളാഹുമായി ഏറെ അടുക്കുന്ന സമയം ഏതെന്നറിയുമോ? റബ്ബിലേക്ക് നമ്മൾ സുജൂദ് ചെയ്യുമ്പോയാ. അള്ളാഹുവിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് ഒന്ന് ദുആ ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കുമോ? ഒരുപാട് നീറുന്ന പ്രശ്നമുണ്ടല്ലോ, ഒരുപാട് പ്രയാസമുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ഈ കാലമായിട്ടും ഒരു ഭർത്താവിനെ കിട്ടുന്നില്ലല്ലോ. എൻ്റെ ബാപ്പാക്ക് അസുഖമാണല്ലോ റബ്ബേ. എൻ്റെ പൊന്നുമോന് പഠിക്കാനുള്ള ബുദ്ധിയില്ലല്ലോ. എൻ്റെ വീടിനകത്ത് പ്രശ്നങ്ങളാണല്ലോ. എൻ്റെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന, അലട്ടുന്ന 100,000 പ്രശ്നങ്ങളാണല്ലോ പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് പടച്ച തമ്പുരാനോടൊന്ന് പറയടാ. അല്ലാഹു തആല നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാ, നമുക്ക് വേണ്ടി പടച്ച തമ്പുരാ കാത്തു നിൽക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, ഉദുഉനി അസ്തജിബ് ലക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി കാത്തിരിക്കുക. പെങ്ങളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്നേ വരെ ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ കണ്ണ് നരകത്തിലില്ല. ഒരുപാട് മഹത്വമുള്ള അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന, ഒരുപാട് കൂലി കിട്ടുന്ന, നിന്റെ സകല പ്രയാസങ്ങൾക്കും മറുതി വരുത്താൻ പറ്റുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരയാൻ നീ മറക്കല്ല മോളെ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി തന്നെ വീട്ടിൽ ചെന്നിട്ട് രാത്രി 2 മണിക്ക് 3 മണിക്ക് ആരും കാണാതെ വുളു എടുത്തുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് ഇലാഹിലേക്ക് കൈകൾ ഉയർത്തിയെന്ന് പറയടാ മോനെ. നിന്റെ മനസ്സിനകത്തുള്ള സങ്കടം പറയടാ, നിന്റെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസം പറയടാ, നിന്റെ മാതാവിന്റെ അസുഖം പറയടാ, നിന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർക്ക് വേണ്ടി പറയടാ, നിന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും റബ്ബിനോട് പറയടാ. അല്ലാഹുവിനോട് പറ പൊന്നുമോനെ, ഉത്തരം കിട്ടുമടാ മോനെ. ഏതെങ്കിലും സമയത്ത് മനസ്സിൽ പോലും ചിന്തയില്ലാതെ ആമീൻ എന്ന് പറഞ്ഞു പോയത് കൊണ്ട് ദുആയായില്ല മോനെ. റബ്ബിലേക്ക് ഏറെ അടുത്തുകൊണ്ട്, ആരുമില്ല ഒറ്റക്കിരുന്നു കൊണ്ട് ഇരുട്ടുള്ള മുറിയിൽ നിന്റെ മുസല്ല വിരിച്ചുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പറയുമോനെ, നിന്റെ സകലമായ പ്രശ്നങ്ങൾക്കും പടച്ച തമ്പുരാ അല്ലാഹു തആല തീർപ്പ് കൽപ്പിക്കുന്നതാണ്. അല്ലാഹുവിന് ഏറെ ഇഷ്ടമാ പൊന്നുമോനെ. പടച്ച തമ്പുരാ പറഞ്ഞ കാര്യം എന്തെന്നറിയുമോ? നിങ്ങൾ എന്നിലേക്കൊരു ചാണുടുത്ത ഞാൻ നിങ്ങളിലേക്കൊരു മുഴം മടുക്കുമെന്നാണ്. അല്ലാഹുവിലേക്ക് നടന്നെടുത്ത അല്ലാഹു നമ്മിലേക്ക് ഓടിയെടുക്കുമെന്നല്ലേ. അതുകൊണ്ട് റബ്ബിലേക്ക് നടന്നെടുക്കല്ല, നമ്മൾ അല്ലാഹുവിലേക്ക് നമ്മൾ ഓടിയെടുക്കാൻ തീരുമാനിക്കുകയാ. പടച്ച റബ്ബിലേക്ക് നമ്മൾ ഓടിയെടുക്കുന്നത് എങ്ങനെയാ? റബ്ബിലേക്ക് ഏറ്റവും അധികം നമ്മൾ ബന്ധപ്പെടേണ്ട സമയഭേദം എന്നറിയുമോ? അത് നമ്മൾ സുജൂദിൽ കിടക്കുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ പോയിട്ട് പ്രതിജ്ഞ എടുക്കുക, ഈ സദസ്സിൽ വെച്ച് തന്നെ ഉറപ്പിക്കുക, ഇന്ന് രാത്രി ഞാൻ പോയിട്ട് എന്തായാലും തഹജ്ജുദ് നമസ്കരിക്കും, ദുആ ചെയ്യുമെന്ന് ഇൻഷാ അല്ലാഹ്. എത്ര പേര് ചെയ്യും? ഇന്ന് രാത്രി തഹജ്ജുദ് നമസ്കരിക്കുമെന്ന് ഉറപ്പുള്ളവരൊന്ന് കൈപൊക്കിയാണ്. പിന്നെ മാറ്റാൻ പറ്റൂല, ഈ സദസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നത്. മാഷാ അല്ലാഹ്. ഈ കൈപൊക്കിയവർക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.